നമസ്കാരം കുട്ടികളും സുഹൃത്ത് സാറാണ്. നമ്മളിന്ന് +1 മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പൊ സ്കൂളിലൊക്കെ ചെന്ന് ഇത്തിരിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണും ഇല്ലയോ? അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി കാണും. വേറെ ചാപ്റ്റർ ഒന്നും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. പിന്നെ 2 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററും മറ്റേ ടീച്ചർ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററും ചിലപ്പോൾ തുടങ്ങിയേക്കാം. നമ്മുടെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് സെറ്റ്സും, രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇത് രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ്സ് പഠിച്ചിട്ട് വേണം ആ രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻസ് പഠിക്കാൻ. ഇങ്ങനെ ചില ചാപ്റ്റേഴ്സുകൾ കമ്പൈൻ ചെയ്താൽ തന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് പഠിച്ചിട്ട് മറ്റേത് പഠിക്കണം എന്നുള്ള രീതി കൂടെ. പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇതേപോലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള ക്ലാസ്, മാത്സിന് നമുക്ക് ഫുൾ മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും തരും. ക്ലാസ്, നോട്ട്സ്, ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? എല്ലാവർക്കും അറിയാൻ തോന്നില്ലേ? സെറ്റ്സ്. വാട്ട് ഈസ് മെൻ ബൈ സെറ്റ്? സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഈ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെറ്റ് വള വാങ്ങുക, ഇല്ലെങ്കിൽ ഒരു സെറ്റ് ആൾക്കാർ വരുന്നു. അപ്പൊ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ്. സെറ്റിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു പേരിലോട്ട് മാറ്റുവാണെങ്കിൽ ആരെന്ന് വിളിക്കാൻ പോലെ? ഗ്രൂപ്പ്. അപ്പൊ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതിനുള്ളിൽ കുറേ ആൾക്കാർ കാണും അല്ലേ? ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് അല്ലേ? ആ മെമ്പേഴ്സുകൾ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം മോനെ. വെൽ ഡിഫൈൻഡ്, ഈ വേർഡാണ് ഇതിനുള്ളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേർഡ്. വാട്ട് ഈസ് മെൻ ബൈ വെൽ ഡിഫൈൻഡ്? അപ്പൊ നമുക്ക് സെറ്റിന്റെ ഡെഫിനേഷൻ ഒന്ന് പറഞ്ഞു പോയാൽ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറയണ്ടായോ? അപ്പൊ സെറ്റിന്റെ ഡെഫിനേഷൻ ഏതാ മോനെ? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, മീൻസ് വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം വസ്തുക്കൾ, വ്യക്തത, അതാണ് കേട്ടോ, അതാണ് വെൽ ഡിഫൈൻഡ്. നമുക്ക് അതിനൊന്ന് എളുപ്പം നോക്കാം. നമുക്ക് ഏതെങ്കിലും ഇപ്പൊ നോക്കിക്കേ, വവ്വൽസുകൾ നമുക്കറിയാം മോനെ. വവ്വൽസുകൾ എല്ലാവർക്കും അറിയാം. വവ്വൽസുകൾ മാറുമോ മോനെ? ഏത് രാജ്യത്ത് ചോദിച്ചാലും വവ്വൽസുകൾ ആരൊക്കെയാ മോനെ? എ, ഇ, ഐ, ഒ, യു. ഇതാണ്. ഇതിന് മാറ്റമുണ്ടോ മോനെ? ഇല്ല. ഈ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെ നമുക്ക് ആരെന്ന് വിളിക്കാം മോനെ? സെറ്റ് എന്ന് വിളിക്കാം. സെറ്റിന് ഈ രണ്ട് ബ്രാക്കറ്റ്സുകളിലാണ് നമ്മൾ എൻക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യുക, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. ഇത് കേളി ബ്രാക്കറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. വളഞ്ഞ ബ്രാക്കറ്റ് കൊണ്ടാണ് ഇനി എന്തായിരുന്നു വിളിക്കുന്നത്? കേളി ബ്രാക്കറ്റ്സ്. ഇനി നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം മോനെ, നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാ മോനെ? 1, 2, 3, 4, 5 എക്സെട്ര അല്ലേ മോനെ? ഇനി ഇത് മാറുമോ? ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നാച്ചുറൽ നമ്പേഴ്സ് 5 എന്ന് തുടങ്ങുമോ? ഇല്ല. എപ്പോഴും നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1, 2, 3, 4, 5 അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് ഉറപ്പായിട്ടും ആരെന്ന് വിളിക്കാം മോനെ? സെറ്റ് എന്ന് വിളിക്കാം. ഇനി ഓഡ് നമ്പേഴ്സ്, നമ്മുടെ നാട്ടിലൊക്കെ ഓഡ് നമ്പർ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാ മോനെ? 1, 3, 5, 7, 9. അതിന് മാറ്റമുണ്ടോ? അപ്പൊ 1, 3, 5, 7, 9 നമുക്ക് ആരെന്ന് വിളിക്കാം മോനെ? സെറ്റ് എന്ന് വിളിക്കാം. അതുപോലെ ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് ആയിരിക്കാം മോനെ? 2, 4, 6, 8. ഇനി ഒരു വർഷത്തെ മാസങ്ങൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇതെല്ലാം സെറ്റ്. ഇനി ഒരാഴ്ചയിലെ ദിവസങ്ങൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അതിന് മാറ്റമുണ്ടോ? അപ്പൊ മാറ്റമില്ലാതെ ഉള്ള എല്ലാ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സുകളെ ചേർത്ത് ആരെന്ന് വിളിക്കാം? സെറ്റ്. അപ്പൊ മാറ്റമുള്ളത് ഏതുണ്ട് ഇല്ലേ? മാറ്റമുള്ളതുണ്ട് മോനെ. ഇപ്പൊ നമ്മുടെ ഒരു ക്ലാസ്സിലെ ഏറ്റവും നല്ലവരായിട്ടുള്ള 5 കുട്ടികൾ, നല്ലവരായിട്ടുള്ള 5 കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? എന്റെ മനസ്സിൽ, ഞാനിപ്പോ ക്ലാസ്സിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ എന്റെ മനസ്സിൽ ഒരു 5 പേര് വരും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തിരിക്കുന്നവൻ ആ 5 പേര് വേറെ ആയിരിക്കും ഇല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന ആളായിരിക്കണം എന്നുണ്ടോ? ഇല്ല. അവിടെ ആ ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. എന്റെ അഭിപ്രായമല്ല വേറെ അഭിപ്രായം. അപ്പൊ അവിടുത്തെ ആ മെമ്പേഴ്സുകൾ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തോണ്ടിരിക്കും. വെൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് അയാൾ എന്തല്ല? സെറ്റ് അല്ല. ഇനി അതുപോലെ നമ്മുടെ ഏറ്റവും നല്ല സിനിമാ നടന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ, ഞാൻ പറയുന്ന സിനിമാ നടന്മാർ 2 പേര് അല്ലെങ്കിൽ 3 പേരെ പറയാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന 3 പേരായിരിക്കത്തില്ല നിങ്ങൾ പറയുന്നത്. വേറെ ആൾ പറയുന്നത് വേറെ 3 പേരായിരിക്കും. അപ്പൊ ഇങ്ങനെ അതും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊന്നും എന്തല്ല? സെറ്റ് അല്ല. അപ്പൊ സെറ്റ് എന്ന് പറയുന്നതാണ്, സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ സെറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. എന്താണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്? ഒരിക്കലും മാർക്കില്ല കേട്ടോ. ആരെങ്കിലും ചോദിക്കുക വാട്ട് ഈസ് മെൻ ബൈ സെറ്റ് എന്ന് ചോദിച്ചാൽ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ഇനി നമ്മുടെ സെറ്റുകൾക്ക് പേര് കൊടുക്കുന്നവനെ എ എന്നും ബി എന്നും സി എന്നൊക്കെ പേരെടുത്തോളൂ കേട്ടോ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് സെറ്റുകളെ നമ്മൾ പേര് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പൊ എ, ബി, സി അല്ലെങ്കിൽ ഡി. D = 1, 3, 2, 5, 8 ചുമ്മാതെ
കുറെ നമ്പേഴ്സുകൾ എഴുതുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ആരെന്ന് വിളിക്കാം മോനെ? സെറ്റ് എന്ന് വിളിക്കാം. ഫ്രാക്ഷൻസും കൊടുക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ 1/2, 1/3, 1/4 ഇതൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം മോനെ? സെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ സെറ്റിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ചെറിയ ധാരണ കിട്ടി. ഇനി നമുക്ക് സെറ്റിനെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷ എഴുതാനാണല്ലോ പോകുന്നത് അല്ലേ, എക്സാമിന്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 രീതി കൂടെ റെപ്രസെന്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ക്വസ്റ്റ്യൻ വരുന്നത് 2 രീതി കൂടെ ആയിരിക്കും. ഒന്നാമത്തെ റെപ്രസെന്റേഷൻ, അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്നത് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ് എന്നാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് എങ്ങനെയാണ് വരുന്നത്? സെറ്റിന്റെ നമുക്ക് 2 രീതികളുണ്ട്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഫോം എന്നാണ് കേട്ടോ. റോസ്റ്റർ നല്ല പേരാണ് അല്ലേ, റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ഫോം all the elements are listed or displayed and they are separated by commas. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെറ്റിനെ ഈ രീതിയിൽ കൂടെ, ഇപ്പൊ 5, 7, 9, 10. ഈ സെറ്റിനുള്ളിൽ ഒരാൾ ചോദിക്കുക എത്ര പേരുണ്ടോ? 4 പേർ. ആരൊക്കെയാണ്? 5, 7, 9, 10 എല്ലാം കൃത്യമായിട്ട് പറയാം, എണ്ണം പറയാം, ആൾക്കാരും പറയാം, എല്ലാം ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ. അങ്ങനെയുള്ള ഫോമിനെ വിളിക്കുന്ന പേരാണെന്ന് മോനെ? റോസ്റ്റർ ഫോം ഓഫ് ദ സെറ്റ്. അപ്പൊ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ഫോം ഓൾ ദ എലിമെന്റ്സ് ആർ ലിസ്റ്റഡ് ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ്. ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ കോമ കൊണ്ട് ഇങ്ങനെ വേർതിരിച്ചെഴുതുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് റോസ്റ്റർ ഫോം. അപ്പൊ റോസ്റ്റർ ഫോമിൽ എഴുതാന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ബി ഈക്വൽ ടു, ഇപ്പൊ ഇത് എ ആണെങ്കിൽ അടുത്ത എന്തുവാ? ബി ഈക്വൽ ടു 2, 3, 5, 7, -1, 4. ഇതൊക്കെ റോസ്റ്റർ ഫോം മോനെ. എന്തുകൊണ്ടാ? ഈ സെറ്റിനുള്ളിൽ എത്ര പേരാണെന്ന് നമുക്ക് എണ്ണി പറയാൻ പറ്റും ഒറ്റ നോട്ടത്തിൽ. അതുപോലെ ആരൊക്കെയാണ് സെറ്റിനുള്ളിലുള്ള മെമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ വ്യക്തതയോടുകൂടി കാണിക്കുന്ന ഫോമിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന് മോനെ? റോസ്റ്റർ ഫോം. അപ്പൊ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പേര് പറയും, റോസ്റ്റർ ഫോമിൽ എഴുതടാ. അപ്പൊ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ആരൊക്കെയാന്ന് വ്യക്തമായിട്ട് അങ്ങോട്ട് എഴുതടാ, അതാണ് റോസ്റ്റർ ഫോം. ഓക്കെ, മറ്റു റോസ്റ്റർ ഫോം കൊണ്ട് സി ഈക്വൽ ടു ലെറ്റേഴ്സ് കൊടുക്കാം, എ, ബി, ഡി, എഫ്, ജി. ഇതൊക്കെ റോസ്റ്റർ ഫോമിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ അവനെ. അപ്പൊ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാന്ന് വ്യക്തമായിട്ട് കാണിക്കുന്ന ഫോമിനെ വിളിക്കുന്ന പേരാണെന്ത്? റോസ്റ്റർ ഫോം. അപ്പോൾ ഒരിക്കലും ഈ പേര് മറക്കല്ലേ, റോസ്റ്റർ. രണ്ടാമത്തെ റെപ്രസെന്റേഷന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് മോനെ, സെറ്റ് ബിൽഡർ ഫോം. രണ്ടാമത്തെ ഫോം ആണ് കേട്ടോ. ഇവനാണ് ഫോം, ഇവനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതാ നമ്മുടെ രണ്ടാമത്തെ ഫോം, സെറ്റ് ബിൽഡർ ഫോം ഓർ റൂൾ മെത്തേഡ് എന്നൊക്കെ ഇതിനെ വിളിക്കാം. അത് വേണ്ട, ഇതാ നല്ലത് കേട്ടോ. സെറ്റ് ബിൽഡർ, സെറ്റിനെ ബിൽഡ് ചെയ്യണം, നമ്മളായിട്ട് ബിൽഡ് ചെയ്യണം. സെറ്റിനെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഫോമിനെ വിളിക്കുന്ന പേരാണെന്ത്? സെറ്റ് ബിൽഡർ ഫോം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നോക്കിയവനെ, ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. സെറ്റ് ബിൽഡർ ഫോമിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. തുടക്കത്തിൽ ഇങ്ങനെ ഒരു സെറ്റ് സൈൻ ഇടും, എന്നിട്ട് എക്സ് എന്നിടും, എന്നിട്ട് 2 കുത്തിടും. ഇത്രയും വായിക്കുന്ന ഒരു ഫോം ഉണ്ട്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇങ്ങനെയാണ് ഇത്രയും വായിക്കുന്നത്. എങ്ങനെയാ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇത്രയും കേട്ടോ. ഇനി ഇവിടെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ക്ലൂ തരും. എന്ന് പറഞ്ഞാൽ ആരൊക്കെയാന്ന് തരത്തില്ല, പക്ഷെ ആരൊക്കെയാകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ അവർ കുറെ ക്ലൂ തരും. ആദ്യം മനസ്സിലാവുന്നവർ, അത് എളുപ്പം മനസ്സിലാവുന്നവർക്ക് ആൻസർ ചെയ്യാം. ചിലർക്ക് എളുപ്പം പിടികിട്ടത്തില്ല, ചിലർക്ക് എളുപ്പം മനസ്സിലാവും, ചിലർക്ക് കുറച്ച് നേരം വായിക്കുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ പല രീതി കൂടിയാ. അതൊക്കെ അവരുടെ സ്കില്ല് പോലെ ഇരിക്കും. അത് കുറെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ ഈ ചാപ്റ്റർ ശരിയാകത്തുള്ളൂ കേട്ടോ. അടുത്ത ചാപ്റ്റർ അതുപോലെ ശരിയാവണമെങ്കിൽ ഈ ഭാഗം ശരിയാണ്. സെറ്റ് ബിൽഡർ ഫോം. വാട്ട് ഈസ് മെൻ ബൈ സെറ്റ് ബിൽഡർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദിസ് ഫോം നമ്മുടെ എലിമെന്റ്സ് ഉണ്ടല്ലോ, ഇൻ ദിസ് ഫോം ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്. ഒന്നുകൂടെ പറയാം, ഇതിനുള്ളിലുള്ള എലിമെന്റ്സുകളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആരൊക്കെയാണ് തരത്തിലെന്ന് പറഞ്ഞല്ലോ. ഇൻ ദിസ് ഫോം the characteristic properties of the elements are given. Characteristic properties of the elements are given എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലുള്ള ഈ മെമ്പേഴ്സുകൾ ഉണ്ട് ഇങ്ങനെ വരുന്നവർ, ആ എലമെന്റ്സുകൾ, ഇവരെ വിളിക്കുന്ന പേരാണ് മോനെ എലമെന്റ് കേട്ടോ. ഇവരാരൊക്കെയാന്ന് തരത്തില്ല, പക്ഷെ ആരൊക്കെയാകണമെന്നുള്ള ക്ലൂ തരും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം. അപ്പൊ എന്താ മോനെ ഇത് വായിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇവിടെ നോക്കിയോണേ, 3 less than x less than 7. x is a natural number. മോനെ, ഇത് വായിക്കുന്ന ഒരാൾക്ക് ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും. നോക്കിക്കേ, നമ്മൾ എഴുതാൻ പോകുന്നതല്ല എക്സിന്റെ വിലകളാ. ഓക്കെ, എക്സിന്റെ വിലകളാ. ഈ എക്സ് ആർക്കൊക്കെ ഇടയ്ക്കായിരിക്കണം? 3നും 7നും ഇടയ്ക്കായിരിക്കണം. ഓക്കെ, നമ്മൾ 3നും 7നും ഇടയ്ക്ക് നമുക്കറിയാം. ഇനി 3നും 7നും ഇടയ്ക്ക് ഇഷ്ടംപോലെ നമ്പർ ഇല്ലേ മോനെ? 3.5, 4.1 അങ്ങനെയൊന്നും ഉള്ളവരെ എടുക്കല്ലേ. എന്തോ നമ്പർ ആയിരിക്കണം മോനെ? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പൊ അങ്ങനെ
അപ്പൊ നാച്ചുറൽ നമ്പർ ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരുമോനെ? 3 കഴിഞ്ഞിട്ട് കണ്ടോ, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ the values of x lies in between 3 and 7. The values of x lies in between 3 and 7 എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും മോനെ? 4 വരും, 5 വരും, 6 വരും, ഇത്രയേ ഉള്ളൂ. ശരിയല്ലേ? പിന്നെ 3നും 7നും ഇടയ്ക്ക് താമസിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കുക 4, 5, 6 അല്ലേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇത്രയും വായിച്ച ഒരാൾക്ക് ഇത് മനസ്സിലായാൽ രക്ഷപ്പെട്ടു. ഇതേപോലെ കുറേ നിങ്ങൾക്ക് ക്ലൂ തരും. അത് നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും വായിച്ച് കറക്റ്റ് ആൻസർ എഴുതുക. ഒരാൾ കൂടാനോ പാടില്ല, കുറയാനും പാടില്ല കേട്ടോ. ഒരാൾ ചുമ്മാ നിങ്ങൾ കൂട്ടി എഴുതിയാലും തെറ്റുക, കുറച്ച് എഴുതിയാലും തെറ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തെറ്റാൻ പാടില്ല. അപ്പൊ നോക്കിക്കേ, ഇവിടെ കണ്ടവനെ 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. ഞാൻ ഇവിടെ ഒരു ഈക്വൽ സൈൻ കൊടുക്കുന്നു. അപ്പൊ എങ്ങനെ വായിക്കുന്നത്? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7 എന്ന് പറയാം. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ 3 ആകാം. അങ്ങനെ വരുമ്പോൾ 3യും കൂടെ നമുക്ക് എടുക്കണം. പക്ഷെ 7 എടുക്കണ്ട, കാരണം ഈക്വൽ ഇല്ല. ഇവിടെ ഈക്വൽ ഇല്ല, എക്സ് ലെസ് ദാൻ 7, എക്സ് 7 കുറയണമെന്നാ. അപ്പൊ ഇവിടെ ഈക്വൽ ഉണ്ടെങ്കിലോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7, ഈക്വൽ ടു 7, അപ്പൊ 7 കൂടെ എടുക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഈക്വൽ ഉണ്ടെങ്കിൽ ഈ നമ്പറോട് ഉൾപ്പെടും, ഈക്വൽ ഇല്ലെങ്കിൽ ഈ നമ്പർ കഴിഞ്ഞേ എടുക്കാവുള്ളൂ, ആ നമ്പർ ഉൾപ്പെടില്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ശ്രദ്ധിച്ചു പോകണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. വളരെ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മളെ തെറ്റിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് എളുപ്പമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തെറ്റാൻ സാധ്യതയുള്ളതാണ്. വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത് നോക്കിക്കേ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഈസ് ആൻ ഇൻഡിജർ. ഇൻഡിജർ കേട്ടോ, ഇൻഡിജർ ഇങ്ങനെയും തരാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. മോനെ, ഇൻഡിജർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഡിജർ 0 ഒരു ഇൻഡിജറാ. വലത്തോട്ട് പോകുമ്പോൾ 1, 2, 3, 4 അതെല്ലാം ഇൻഡിജറാ. ഇടത്തോട്ട് കൊണ്ടുപോകുമ്പോൾ -1, -2, -3, -4 അതെല്ലാം ഇൻഡിജറാ. അപ്പോൾ 0, 1, 2, 3, 4 റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് -1, -2, -3 എക്സെട്രാ. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ എക്സെട്രാ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇൻഡിജർ ഒരിക്കലും നിൽക്കുന്നില്ല കേട്ടോ. രണ്ടറ്റവും എൻഡ് നമുക്ക് കാണാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞാൽ ഇവരാണത് ആക്ച്വലി. -3, -2, -1, 0, 1, 2, 3 എക്സെട്രാ എക്സെട്രാ. ഇതാണ് ഇന്ത്യ. ഇവിടുന്നായിരിക്കണം നമ്മുടെ ആൻസർ എഴുതേണ്ടത്. അത് ഈ -3ക്കും +2നും ഇടയ്ക്കാം. മോനെ ഇതല്ലേ മോനെ -3, ഇതല്ലേ +2. ഇവർക്ക് ഇടയ്ക്കുള്ളവരാരൊക്കെയാ മോനെ? -2 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയൊക്കെ എഴുതും? -2 എഴുതും, -1 എഴുതും, 0 എഴുതും, 1 എഴുതും. പക്ഷെ ഇവിടെ കണ്ട ഈക്വൽ ടു 2 ഉള്ളതുകൊണ്ട് ഈക്വൽ ടു കൂടെ എഴുതണം. ക്ലിയർ ആയല്ലോ? ഈക്വൽ ഉണ്ട്. ഈക്വൽ ഇല്ലായിരുന്നെങ്കിൽ എക്സ് ലെസ് ദാൻ 2 ഉള്ളെങ്കിൽ 2 വേണ്ട. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, എക്സിന്റെ വാല്യൂ 2 കുറവ്, 2 കുറവ്, 2 എടുക്കണം. പക്ഷെ ഇവിടെ ഈക്വൽ ഇല്ല. ഈക്വൽ ഇല്ലാത്തതുകൊണ്ട് -3 എടുക്കണ്ട. -3 കഴിഞ്ഞിട്ട് -2 തൊട്ട് തുടങ്ങിയാൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി എഴുതുന്ന ഫോമിനെ വിളിക്കുന്ന പേരാണെന്ത്? സെറ്റ് ബിൽഡർ ഫോം. നെക്സ്റ്റ് നമുക്ക് ഇതിനുള്ളിൽ നിന്നും ആദ്യം കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. സെറ്റ് ബിൽഡർ ഫോമിൽ നിന്നും റോസ്റ്റർ ഫോമിലോട്ട് മാറ്റാൻ. അപ്പൊ ഇങ്ങനെയാണ് എക്സാമിന് വരുന്നത്. റൈറ്റ് ഇൻ റോസ്റ്റർ ഫോം. ഓക്കെ, റൈറ്റ് ഇൻ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോം ആയിരിക്കും. നമ്മൾ അതിനെ എന്തിലോട്ട് മാറ്റണം? റോസ്റ്റർ ഫോം. ഇതുണ്ട്, എല്ലാവരും നോക്കിക്കോ. ഒന്നാമത്തെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x² - 5x + 6 = 0. എക്സ് എലമെന്റ് ഓഫ് n. മോനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് കണ്ടോ, ഈ സിമ്പിൾ കണ്ടോ? ഇത് കണ്ടോ? എല്ലാവരും ഒരു സി ബോർഡ് ഇട്ടിട്ട് അകത്തോട്ടൊരു വര അല്ലേ? അകത്തോട്ടൊരു വര ഇട്ട് കഴിഞ്ഞാൽ എലമെന്റ് ഓഫ് എന്നാണ് വായിക്കുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എലമെന്റ് ഓഫ്, മെമ്പർ ഓഫ് എന്നാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പേ = 1, 3, 4, 5. പേയ്ക്കുള്ളിൽ ആരൊക്കെ ഉണ്ട് മോനെ? 4 പേർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 എയിലുണ്ട് എന്നുള്ളതിന് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. 1 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. അതിൽ 3യും എയിലുണ്ടല്ലോ, 3 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. അപ്പോൾ ഒരു സെറ്റിനുള്ളിലുള്ള ഒരാളാണ് എന്നുള്ളത് അറിയിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ 2 ഉണ്ടോ മോനേനകത്ത്? അപ്പൊ 2 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. അപ്പൊ എലമെന്റ് നോട്ട് ആൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് n. n മീൻസ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, വളരെ ഫേമസ് ആണ്. n എന്ന് കണ്ടാൽ നമ്മുടെ മനസ്സിൽ വരേണ്ടവരായിരിക്കുക?
1 2 3 4 5 എക്സെട്ര 1 2 3 4 5 എക്സെട്ര വിളിക്കുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഇനി നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നമുക്ക് മനസ്സിൽ വരുമ്പോൾ അറിയാം എല്ലാവർക്കും. പക്ഷെ അതിന്റെ നൊട്ടേഷൻ അറിയിക്കണം n. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്ന മോനെ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ 0. എക്സ് എലമെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ചെയ്യാൻ അറിയത്തില്ലയോ? വെച്ചങ്ങോട്ട് തീർക്കണം. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നോക്കിക്കേ, എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 6 ഹോൾ ഡിവൈഡഡ് ബൈ എത്ര മോനെ? 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1. ദാറ്റ് ഈസ് മോനെ 2 മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് 25 അല്ലെ? മൈനസ് 5ന്റെ സ്ക്വയർ 25. 4 ഗുണം 1 ഗുണം 6 24. 25 മൈനസ് 24 1 ബൈ 2. 1ന്റെ റൂട്ട് 1 തന്നെ മോനെ. ഇപ്പൊ 5 പ്ലസ് ഓർ മൈനസ് 1 ബൈ 2. അപ്പൊ ആൻസർ വരുമ്പോ 5 പ്ലസ് 1 ബൈ 2 6 ബൈ 2 3 എന്ന് കിട്ടും. 5 മൈനസ് 1 ബൈ 2 5 മൈനസ് 1 4 ബൈ 2 2. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടി മോനെ. ആരൊക്കെയാ? 3 and 2. ഇതാണ് അതിന്റെ റോസ്റ്റർ ഫോം. ക്ലിയർ ആയില്ലയോ? അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും മെത്തേഡ് ചെയ്യാം കേട്ടോ. സമ്മ്, പ്രോഡക്റ്റ്, നമ്പേഴ്സ് ഇഷ്ടമുള്ള മെത്തേഡുകൾ ചെയ്യാം. ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന 2 ആൻസറിന്റെ സെറ്റിനുള്ളിൽ എഴുതണം. ക്ലിയർ ആയല്ലോ? ഞാൻ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ 0. എക്സ് എലമെന്റ് ഓഫ് n. ഇങ്ങനെ 2 ബ്രാക്കറ്റ് ഇൻറ്റു ഈക്വൽ 0. എന്നിട്ട് അവിടുന്ന് എക്സിനെ കണ്ടുപിടിക്കണം. എക്സ് എലമെന്റ് ഓഫ് n. അപ്പൊ നിങ്ങൾ എന്താ പോലെ ചെയ്യാറുള്ളത്? ഇങ്ങനെ 2 എണ്ണം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 2 ഈക്വൽ 0 എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പിടിച്ച എക്സ് ഇൻറ്റു എക്സ് എക്സ് ഇൻറ്റു 2 മൈനസ് 1 അത് ചെയ്യല്ലേ? അങ്ങനെ ചെയ്ത തെറ്റ് അങ്ങനെ ചെയ്തു പോലെ ഒരു കാര്യമില്ല. 2 ബ്രാക്കറ്റ് ഇൻറ്റു ഈക്വൽ ടു 0 എന്നാൽ ഓരോ ബ്രാക്കറ്റ് 0 നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് പുട്ട് എക്സ് മൈനസ് 1 0 ആൻഡ് പുട്ട് എക്സ് പ്ലസ് 2 ഈക്വൽ 0. ദാറ്റ്സ് ഓൾ. എക്സ് മൈനസ് 1 0 ഓർ ആണ് ഇവിടെ വരേണ്ടത്. നമ്മൾ ഇവിടെ ഇക്വേറ്റ് ചെയ്ത് എക്സിനെ കണ്ടുപിടിക്കുക. അപ്പൊ എക്സ് മൈനസ് 1 0 അപ്പൊ എക്സ് എത്ര കിട്ടും? 1. എക്സ് പ്ലസ് 0 എക്സ് മൈനസ് തീർന്നു. ഇത്രേ ഉള്ളൂ. ഇവനെ നമ്മളെ എക്സ് സ്ക്വയർ ഒക്കെ ആക്കി പിന്നെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് അപ്ലൈ ചെയ്ത് വല്ലതിലൊക്കെ പറമ്പിൽ കൂടെ കയറി വന്ന് അവസാനം തെറ്റിയും പോകും. ഒരാവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഓരോ ബ്രാക്കറ്റിനെയും 0 നിക്വേറ്റ് ചെയ്ത് എക്സിനെ കിട്ടുക. അപ്പൊ ആൻസർ ആര് എഴുതുമാനെ? ആൻസർ ആരൊക്കെ കിട്ടി? 1 ആൻഡ് മൈനസ് 2. 1 ആൻഡ് മൈനസ് 2. ഇവിടെ മൈനസ് 2 എഴുതിയില്ലല്ലോ. 1 ആൻഡ് മൈനസ് 2 എഴുതിയില്ല. എന്തുകൊണ്ട് എഴുതാഞ്ഞത്? എലമെന്റ് ഓഫ് n. -2 എലമെന്റ് ഓഫ് n ആണോ മോനെ? നാച്ചുറൽ നമ്പർ ആണോ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയതിനെ പിടിച്ചങ്ങ് എഴുതരുത്. അതാ ഞാൻ n വേണ്ടി ചെയ്ത് കേട്ടോ. മൈനസ് കിട്ടി, അങ്ങനെ കിടക്കട്ടാ. മൈനസും കൂടെ നോക്കണം ഏത് സെറ്റാണ്, n ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ മോനെ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 5 ഈക്വൽ 0. എക്സ് എലമെന്റ് ഓഫ് ഇസഡ്. ഇസഡ് മീൻസ് ഇന്റിജർ. കണ്ടോ മോനെ? ഇന്റിജർ എന്നാണ് ഇസഡ് എന്ന് പറഞ്ഞാൽ. ഇന്റിജർ എന്താ? ഇന്റിജർ എക്സെട്ര -3 -2 -1 0 1 2 3 എക്സെട്ര. ഇതിനെ വിളിക്കാനുള്ള പേരാണ് ഇസഡ്. അപ്പൊ ഇസഡ് എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓടിയെത്തണം. എക്സെട്ര തുടങ്ങി -3 -2 -1 0 1 2 3 എക്സെട്ര. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ആയിരിക്കണം എന്നാണ് ആൻസർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ പഠിച്ചേ ഉള്ളൂ. 2 ബ്രാക്കറ്റ് ഇൻറ്റു വന്ന് 0 വന്നാൽ ഓരോരുത്തരെയും 0 നിക്കേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? എക്സ് മൈനസ് 3 0 നിക്കേറ്റ് ചെയ്യും. എക്സ് പ്ലസ് 5 0 നിക്കേറ്റ് ചെയ്യും. അപ്പൊ എക്സ് ഈക്വൽ 3 എന്ന് കിട്ടും. എക്സ് പ്ലസ് 5 ആകുമ്പോൾ എക്സ് ഈക്വൽ -5 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ 2 വാല്യൂസ് കിട്ടി. അങ്ങോട്ട് എഴുതാം ഇല്ലയോ? ഇപ്പൊ നിങ്ങൾ നോക്കും, അയ്യോ എഴുതണോ? 2 എഴുതണോ എന്നൊക്കെ തോന്നും. അല്ല, പ്രശ്നമുണ്ട്. 2 എഴുതിക്കോ കേട്ടോ. 3 and -5 2 എഴുതാം. കാരണം ഇന്റിജറാ. ഇന്റിജറിനുള്ളിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇവിടെ പക്ഷെ n ആയതുകൊണ്ട് നെഗറ്റീവ് ഇല്ല. ഇപ്പൊ ക്ലിയർ ആയില്ലോ? ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉടനെ ഇവൻ തെറ്റിപ്പോകും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ ഓക്കെ ആവും. നെക്സ്റ്റ് നമ്മുടെ അടുത്തത് 4ാമത്തെ ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം നോക്കിക്കേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. ഇങ്ങനെ കണ്ടു. ഇതൊരു സിമ്പിൾ എക്സാമിലൊക്കെ സാധാരണ വരുന്നതാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. ആയിരിക്കും മോനെ? സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ ആൻസർ ആരൊക്കെ വരാം? നാച്ചുറൽ നമ്പർ
എവിടുന്നാ തുടങ്ങുന്നത്? 1, 2, 3. 5 താഴെ 4 വരെ എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. ദാറ്റ് മീൻസ് 1, 2, 3, 4. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഉണ്ടെങ്കിൽ 5 കൂടെ എഴുതണം. ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 4 വരെ മതി. ക്ലിയർ ആയല്ലോ? അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ച് വേണം എഴുതാൻ. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. സെറ്റ് ഓഫ് ഓൾ എക്സ്. എക്സ് ഈസ് എ പ്രൈം നമ്പർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വേർഡ് അവനെ പ്രൈം നമ്പർ കേട്ടോ. പ്രൈം നമ്പർ ലെസ് ദാൻ 10. ഓക്കെ, വാട്ട് ആർ ദ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10? 10 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ആയിരിക്കാണ്. 10 താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പർ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 ഓക്കെ, ഒരു നമ്പറിനെ കണ്ടാൽ എങ്ങനെ പ്രൈം ആണെന്ന് തിരിച്ചറിയുന്നത്? നോക്കിക്കോ. ഇപ്പൊ നമുക്ക് 6 ഒരു പ്രൈം നമ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അറിയാവുന്നൊരു കറക്റ്റായിട്ട് പറയും പ്രൈം അല്ലെന്ന്. പക്ഷെ 5നെ നോക്കിയാൽ എന്തെന്ന് പറയും? അതാന്ന് പറയും പ്രൈം ആണെന്നും പറയും. എന്തുകൊണ്ടാ? 6നെ നമുക്ക് 6 × 1 എന്നല്ലാതെ വേറെ 2 നമ്പർ ഇൻറ്റു ചെയ്താലും 6 കിട്ടുമോനെ? 2 × 3 ചെയ്താൽ 6 കിട്ടത്തില്ലയോ? അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കിട്ടാൻ ആ നമ്പറെ ഇൻറ്റു 1 എന്നല്ലാതെ വേറെ 2 നമ്പർ ഇൻറ്റു ചെയ്താൽ ആ നമ്പർ കിട്ടുന്നുവെങ്കിൽ അയാൾ പ്രൈം അല്ല. പക്ഷെ 5നെ നമുക്ക് 5 × 1 എന്നല്ലാതെ വേറെ 2 നമ്പർ ഇൻറ്റു ചെയ്ത് 5 കിട്ടുമോ? ഇല്ല. അതുകൊണ്ടാണ് 5 എന്താവുന്നത്? പ്രൈം. അതുപോലെയാണ് 7നെ നമുക്ക് കിട്ടാൻ 7 × 1 എന്നല്ലാതെ വേറെ 2 നമ്പർ ഇൻറ്റു ചെയ്താൽ 7 കിട്ടുമോ? അല്ല. അതുകൊണ്ട് 7 എന്താ നമ്പറാ? പ്രൈം ആണ്. ഇനി 10 ഒരു പ്രൈം ആണോ മോനെ? അല്ല, 10 പ്രൈം അല്ല. കാരണം 10 എന്ന് പറഞ്ഞാൽ 10 × 1 എന്നല്ലാതെ 5 × 2 എഴുതാനും 10 കിട്ടും. വേറെ 2 നമ്പർ ഇൻറ്റു ചെയ്താൽ 10 കിട്ടും. അതുകൊണ്ട് 10 എന്തല്ല? പ്രൈം അല്ല. ഓക്കെ, അപ്പൊ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാ? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആരാ മോനെ? 2 ആണ് കേട്ടോ. നെക്സ്റ്റ് 3 ആണ്, 5 ഉണ്ട്, 7 ഉണ്ട്. ഇത്രയാണ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. ഈ ചെറുതിനെയും ഈ 1 ഒക്കെ കയറി എഴുതി വെക്കും. 1നെ ഒരിക്കലും എഴുതുക കേട്ടോ. പ്രൈം അല്ലാത്ത നമ്പറുകളെ വിളിക്കുന്ന പേരെന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഇപ്പൊ 6 പ്രൈം അല്ല, കോമ്പോസിറ്റാ. 10 പ്രൈം അല്ല, കോമ്പോസിറ്റാ. 12 പ്രൈം അല്ല, കോമ്പോസിറ്റാ. 1 പ്രൈം അല്ല, കോമ്പോസിറ്റും അല്ല കേട്ടോ. അപ്പൊ 1 ഒരു പ്രൈമും അല്ല, കോമ്പോസിറ്റും അല്ല. അങ്ങനെ ഒറ്റ നമ്പറേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രൈമും അല്ല, കോമ്പോസിറ്റും അല്ലാത്ത നമ്പറാണ് 1. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അല്ലേ? അടുത്ത് നോക്കിക്കാൻ മോനെ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്തെങ്കിലും നമുക്ക് നോക്കി 3 x - 1 × x - ½ × x - 3 = 0. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ കേട്ടോ. നാച്ചുറൽ നമ്പർ. എന്ത് നാച്ചുറൽ നമ്പർ എന്ന് പറയാം? n. ഇങ്ങനെ 3 ബ്രാക്കറ്റ് വന്നു. നമ്മൾ പേടിക്കണോ? ഒരു കാര്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മോനെ. ഓരോരുത്തരെയും 0 നിൽക്കല് ചെയ്യണം. x - 1 0, x = 1. x - ½ 0, x = ½. x - 3 0, x = 3. അപ്പൊ നമുക്ക് 3 വാല്യൂസ് കിട്ടിയില്ലേ മോനെ? 1 കിട്ടി, ½ കിട്ടി, 3 കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ എഴുതുമ്പോൾ ആരൊക്കെയാണ് എഴുതുന്നത്? 1 എഴുതി, ½ എഴുതിയില്ല, 3 എഴുതി. എന്താ മോനെ ½ എഴുതാഞ്ഞത്? എന്തോ നമ്പറാ? നാച്ചുറൽ നമ്പർ. 1/2 എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പർ ആണോ മോനെ? അല്ല, എഴുതരുത്. അപ്പൊ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചങ്ങ് എഴുതരുത്. അവർ ചോദിച്ചേക്കുന്ന സിസ്റ്റം ആ നമ്പർ സിസ്റ്റം ആണെങ്കിൽ എഴുതാവുള്ളൂ. ഇത് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നിങ്ങൾ ഹാഫിനെ എഴുതരുത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് 6ാമത്തെ ചോദ്യമാണ് കേട്ടോ. സെറ്റ് ഓഫ് ഓൾ എക്സ്. എക്സ് ഈസ് എ 2-digit number. ഓക്കെ, 2-digit number whose sum of its digits is 8. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് എന്താ മോനെ? 8 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 2-digit നമ്പറിനെ എഴുതണം. 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ പല നമ്പർ ഉണ്ടല്ലോ, 34, 73, 38, 51, ഇതൊക്കെ 2-digit നമ്പറാണ്. ഈ 2 digitsലുള്ള ഡിജിറ്റ്സുകളുടെ സമ്മ് ആര് വരണം? 8 വരണം. 8 വരണം. ആരൊക്കെ ആയിരിക്കും മോനെ? ഡിജിറ്റ്സുകളുടെ സമ്മ് 8 വരണം എന്നുണ്ടെങ്കിൽ ആരൊക്കെ ആയിരിക്കാം നമ്പേഴ്സ്? എളുപ്പം ഒന്ന് പറയാമോ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നമ്മുടെ റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ് ഇൻ ദ സെറ്റ് ആണ്. റെപ്പറ്റീഷൻ പാടില്ല സെറ്റിനുള്ളത് കേട്ടോ. ഇപ്പൊ 1 എഴുതി, പിന്നെ ഇതിനോട് 1 എഴുതരുത്. 2 എഴുതി, പിന്നെ 2 എഴുതരുത്. ഒരു നമ്പർ ഒരു തവണയെ സെറ്റിനുള്ളിൽ വരാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, മോനെ ഇത് എളുപ്പം ഒന്ന് പറയാമോ? സെറ്റ് ഓഫ് ഓൾ എക്സ് ഈസ് എ 2-digit നമ്പർ ഹു സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് 8. സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് 8 എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാമേ. 35 എന്ന് പറയുമ്പോൾ ഡിജിറ്റുകളായിരിക്കും. ഇതൊരു 2-digit നമ്പർ അല്ലേ? 35
ഇനി സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് എത്ര? 3 + 5 8. അവർ പറഞ്ഞേക്കുന്ന പോലെ ശരിയായി. പിന്നെ ഏതുണ്ട് മോനെ? എളുപ്പം 35 ഏരിയായി. മോനെ ഉടനെ അങ്ങ് തിരിച്ചു എഴുതിയേക്കണം. 53. 53 is also a 2-digit number whose sum of its digits is 5 + 3 8. കറക്റ്റ് അല്ലേ? ഇനി ഏതുണ്ട് മോനെ? പിന്നെ ഏതുണ്ട്? 26. 2 + 6 8. 62. പിന്നെ എളുപ്പം പറ. 62. പിന്നെ പറഞ്ഞ് നമുക്ക് 44 ഉണ്ട് മോനെ. അടുത്തത് 71 ഉണ്ട്. അടുത്തത് 17 ഉണ്ട് അല്ലേ? ഇനിയും 80 ഉണ്ട് മോനെ. 80 അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. 80 എല്ലാം ആയോ നോക്കിക്കേ. 2സിൽ തുടങ്ങുന്നതായി, 1സിൽ തുടങ്ങുന്നതായി, 35 ആയി, 44 ആയി, അടുത്ത 53 ആയി, എല്ലാം ആയിട്ടുണ്ട് അല്ലേ? 53 35 ആയി, 62 26 ആയി, 71 17 ആയി, 80 ആയി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജിറ്റ്സുകൾ 8 ആവുകയും ഒരു 2-digit നമ്പർ ആവും. ഇങ്ങനെ പല രീതിയിൽ കൂടെ നിങ്ങളെ പരീക്ഷിക്കും. ഇതെല്ലാം നമ്മൾ ഓവർകം ചെയ്യുമ്പോൾ ഓക്കെ ആവും. ക്ലിയർ ആയില്ലേ മോനെ? ഇങ്ങനെ അങ്ങോട്ട് കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി ഉദാഹരണം കൂടെ ഞാൻ എളുപ്പം പരിചയപ്പെടാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x² less than or equal to 9 x element of z. Set of all x such that x² less than or equal to 9 x element of z. എന്താ z എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഇന്റിജേഴ്സ് കേട്ടോ. ഇന്റിജർ ആരൊക്കെയാന്ന് എല്ലാവർക്കും അറിയാൻ തോന്നില്ലയോ? ഏതൊക്കെയാ? -4, -3, -2, -1, 0, 1, 2, 3 എക്സെട്ര അല്ലേ? ഇതാണ് നമ്മുടെ ഇന്റിജേഴ്സ്. നിങ്ങൾ എഴുതാൻ പോകുന്ന ആൻസർ നോക്കണേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x² less than or equal to 9 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്റെ എക്സിന്റെ വിലകളാണ്. അത് ശരിയായിട്ടുള്ളൊരു ആൻസർ ആണെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 9 9ൽ കുറവോ നിൽക്കണം. 9 കവർ ചെയ്യരുത്. കണ്ടോ? x² less than or equal to 9 എന്ന് പറഞ്ഞാൽ സ്ക്വയറാ. എക്സിന്റെ സ്ക്വയർ 9 9ൽ കുറവ്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നോക്കിക്കേ മോനെ. 0 എന്ന് പറയുന്നത് ഈ പറഞ്ഞേക്കുന്നത് ശരിയാവുമെന്ന് അറിയണമെങ്കിൽ 0ന്റെ സ്ക്വയർ ചെയ്യണം. ആരാ മോനെ? 0യുടെ സ്ക്വയർ എത്ര മോനെ? 0യുടെ സ്ക്വയർ 0 ഇല്ലയോ? അത് ആര് കുറവാ? 9ൽ കുറവ്. എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ എഴുതുമ്പോൾ അത് ശരിയായിട്ടുള്ള നമ്പർ ആകണമെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കണം. സ്ക്വയർ ചെയ്യുമ്പോൾ 9ൽ കൂടരുത്. സ്ക്വയർ ചെയ്യുമ്പോൾ 9 9ൽ കുറവ്. 0 ഒരു ആൻസർ ആകണമെങ്കിൽ 0ന്റെ സ്ക്വയർ ചെയ്താൽ 0 ആവും. അത് ആര് കുറവ് മോനെ? 9ൽ കുറവ്. 9 9ൽ കുറവ്. അപ്പൊ 0 എടുക്കാം. 1 എടുക്കാൻ പറ്റത്തില്ല മോനെ. 1 1ന്റെ സ്ക്വയർ എത്ര? 1ന്റെ സ്ക്വയർ എത്ര മോനെ? 1. അത് ആര് കുറവാ? 9ൽ കുറവാ. അപ്പൊ നിങ്ങളായിരിക്കും 2 എടുക്കാൻ പറ്റും. കാരണം 2ന് ആൻസർ എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? 2ന്റെ സ്ക്വയർ എത്ര? 4. അതായത് കുറവാ മോനെ? 9ൽ കുറവാ. അപ്പൊ 2 എടുക്കാം. അടുത്ത 3 എടുക്കാൻ പറ്റുമോ ഇല്ലയോ? 3 യെസ് എടുക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടോ? 3യുടെ സ്ക്വയർ എത്ര മോനെ? 9 ആ. 9 വരെ വരാം. കണ്ടോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 9 വരെ വരാം. അപ്പൊ 9 അപ്പൊ നമുക്ക് 9 വരെ വരാം. 3 എടുക്കാം. 4 എഴുതാൻ പറ്റുമോ ഇല്ലയോ? 4 എഴുതാൻ പറ്റുമെന്ന് നോക്കണം. 4ന്റെ സ്ക്വയർ എത്ര മോനെ? 16. അയ്യോ 9 കുറഞ്ഞു. എഴുതരുത്. വെട്ടിയല്ലേ അല്ലേ? എഴുതണ്ട. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? മനസ്സിലാവുന്നൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ വേണം ജോയിൻ ചെയ്യാം ഉടൻ തന്നെ കേട്ടോ. അടിപൊളിയായിട്ട് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ല. സൂപ്പർ ആയിട്ട് പഠിച്ച ഫുൾ മാർക്ക്. ഓക്കെ, അപ്പോൾ 3 കിട്ടി. ഇനി ഇങ്ങോട്ട് പോയാൽ -1 ഉണ്ട് മോനെ. -1ന്റെ സ്ക്വയർ എഴുതണം മോനെ. -1 സ്ക്വയർ 1 അല്ലേ മോനെ? 9 കുറവല്ലേ? എഴുതാം. അയ്യോ -2 എഴുതാം. കാരണം എന്തുകൊണ്ടാ? -2ന്റെ സ്ക്വയർ എത്ര മോനെ? 4. 9 കുറവാ. അപ്പൊ -3 എഴുതാമല്ലോ. -3യുടെ സ്ക്വയർ എത്ര? 9. 9 വരെ ആകാം. അപ്പൊ 9 -4 എടുക്കല്ലേ. -4ന്റെ സ്ക്വയർ 16 16. 9 കൂടി എടുക്കരുത്. ഇപ്പൊ ക്ലിയർ ആയില്ലയോ? അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്കുള്ള ഈ 1.1 ഒക്കെ എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ്? ഇസഡ് ഇന്റിജർ മാത്രമേ എടുക്കാവുള്ളൂ. ഫ്രാക്ഷനോ ഡെസിമലോ എടുക്കരുത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നല്ലതായിട്ട് കുഴപ്പമില്ലാതെ കുറെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. ഇനി ഇതിനകത്തുണ്ട്. ഇനി കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ക്ലാസ് ഒക്കെ വരും. ഈ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒട്ടും മടിക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഉറപ്പായിട്ടും മോനെ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. എല്ലാവർക്കും ഒന്ന് മനസ്സിലാവുന്നെങ്കിൽ അത്രയും നന്ന്. ഓക്കെ, ഇതേപോലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ എക്സാമിനെ കുറിച്ചുള്ള ന്യൂസുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.